الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن، ذلك أدنى أن يعرفن فلا يؤذين، وكان الله غفورا رحيما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു തഖ്വയുള്ള സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സദാ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഇന്ത്യ എന്ന ഒരു ബഹുസ്വര സമൂഹം ഉൾക്കൊള്ളുന്ന ദേശത്താണ്, രാജ്യത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം എപ്രകാരമായിരിക്കണം ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും പുസ്തകത്താളുകൾ പരതി, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ഫത്വകൾ പരതി അതനുസരിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ
ഒരു മുസ്ലിമിനും ഇന്ന് നിലവിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുദൈവ വിശ്വാസികളായ ജനവിഭാഗത്തിലേക്ക് അവ കടന്നു വന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച് ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെയും ഓരോ മുസ്ലിമിനും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ബഹുമുഖ സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ ഒരുപാട് മതങ്ങളും ആദർശങ്ങളും തത്വസംഹിതകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തിനിടയിൽ ഒരു മുസ്ലിമിന് എങ്ങനെ ഒരു മുസ്ലിമായി ജീവിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അധ്യാപനങ്ങൾ നൽകപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുകയോ മറ്റുള്ളവരോ തകർക്കുകയോ അവരോട് അസഹിഷ്ണുതയോടുകൂടെ ഇടപെടുകയോ ചെയ്യുക അതൊരു മുസ്ലിമിന് അന്യമാണ്, പാടില്ലാത്തതാണ് എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. അള്ളാഹുവിന്റെ നിർദ്ദേശം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അവിടുത്തെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു തരുന്നതും അത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറ ഹജ്ജിന്റെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗലാ തഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സവാമിഉ വബിഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മല്ലാഹി കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു ജനവിഭാഗത്തെ മറ്റു ചില ജനവിഭാഗം കൊണ്ട് നാം സുരക്ഷിതമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അവരെ തടഞ്ഞു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അവരെ സംരക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ വബിഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ചില സന്യാസി മഠങ്ങൾ അതൊന്നും ഇന്ന് ഭൂമിയിൽ കാണുമായിരുന്നില്ല. അത്തരം മഠങ്ങളൊക്കെ തന്നെ തകർക്കപ്പെടുമായിരുന്നു. വബിഉൻ, പല ക്രിസ്തീയ ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു. വസലവാത്തുൻ, അതേ രൂപത്തിൽ തന്നെ ജൂത പള്ളികൾ, ജൂത ദേവാലയങ്ങൾ അതൊക്കെ തകർക്കപ്പെട്ടു പോകുമായിരുന്നു. വമസാജിദു, അള്ളാഹു പറയുന്നു ചില മുസ്ലിം പള്ളികളും. ഇങ്ങനെ വലിയ പുണ്യമുള്ള ദേശങ്ങൾ, സ്ഥാപനങ്ങളായി കാണുന്ന പള്ളികളും ക്രിസ്തീയ ദേവാലയങ്ങളും അതേ രൂപത്തിലുള്ള ജൂത ദേവാലയങ്ങളും സന്യാസി മഠങ്ങളും ഒക്കെ ചില വിഭാഗം കൊണ്ട് അള്ളാഹു സംരക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അതൊക്കെ തകർക്കപ്പെടുമായിരുന്നു എന്നും ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ സംരക്ഷണ കൊണ്ട് തന്നെയാണ്. അത് ആ രൂപത്തിൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്ത് തന്നെയാണ്. ഇത് പഠിക്കുകയും ഇത് മനസ്സിലാക്കുകയും ഇത് പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ കൈവെക്കുവാനോ അത് തകർക്കുവാനോ അതില്ലായ്മ ചെയ്യുവാനോ ഉള്ള ഒരു പ്രവർത്തനം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അവന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 108-ാമത്തെ വചനത്തിൽ അള്ളാഹു ഒന്നുകൂടെ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ മറ്റു പലതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ വലാ തസുബ്ബു, അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരെ നിങ്ങൾ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ പഴി പറയരുത്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിം മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാനും തകർക്കാനും വേണ്ടിയുള്ള ഒരു പരിശ്രമം മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് മതം പഠിക്കുന്ന, ഇസ്ലാം പഠിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അവിശ്വസിക്കാം. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്, ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. പ്രത്യേകിച്ചും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാനുമായി ഇടപെടുന്നവർ, എന്റെ ചുറ്റുഭാഗത്തുള്ളവർ, ഞാനുമായി ബന്ധപ്പെടുന്ന അവരൊക്കെ മുസ്ലിമീങ്ങളായിക്കളണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അവരല്ലാത്തവരെ ഇവർ വാളിന് ഇരയാക്കും, ഇവർ കൊന്നുകളയും, ഇവർ ജിഹാദികളാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നവരുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇസ്ലാമിനെ നിഷ്പക്ഷമായി പഠിക്കുന്ന, വിശുദ്ധ ഖുർആനിനെ നിഷ്പക്ഷമായി സമീപിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതൊക്കെ തിരിച്ചറിയാവുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ പഠിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ഇതനുസരിച്ചിട്ടാണ് ഒരു മുസ്ലിം ജീവിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, നമ്മുടെ കേരളം പോലെയുള്ള സംസ്കാര സമ്പന്നമായ ഒരു രാജ്യത്ത് വളരെ മാന്യമായാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നാമുമായി ബന്ധപ്പെടുന്ന ഒരു മുസ്ലിമുമായി ബന്ധപ്പെടുന്ന നമ്മെ സമീപിക്കുന്ന ഓരോരുത്തരോടും നമ്മുടെ സമീപനം ഈ അധ്യാപനങ്ങൾക്കനുസൃതമായിട്ടാണ് എന്നുള്ളത് നമുക്കോരോരുത്തർക്കും അറിയാവുന്നതാണ്. എന്നാൽ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് ഈ അടുത്ത കാലഘട്ടത്തിലായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. മാനവികതയുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ, സഹിഷ്ണുതയോടുകൂടെ ജീവിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ, സൗഹാർദ്ദപരമായി ജീവിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ, ഇതിന്റെയൊക്കെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തോട് നമ്മുടെ നാടുകളിൽ നിന്നോ, നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന്, നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന്, ഇതര സമുദായങ്ങളിൽ നിന്ന് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചില ആളുകളിൽ നിന്നൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെയും മിനിയാന്നുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ, വാർത്താ ചാനലുകളിലൂടെയൊക്കെ വ്യാപകമായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു വിഷയം ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹിജാബ് ധരിച്ചിട്ട് ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ സ്കൂളിൽ കയറ്റില്ല. ശിരോവസ്ത്രം അയച്ചു വെക്കണം, അത് ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ റൂളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മതത്തിന്റെ റൂള് ഇവിടെ അനുവദിക്കാൻ സാധ്യമല്ല. ആ ഹിജാബ് അയച്ചു വെച്ചെങ്കിൽ മാത്രമേ ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ ഞങ്ങൾ അനുവദിക്കൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് അസഹിഷ്ണുതയുള്ള, സൗഹാർദ്ദത്തിന് എതിരെ നിൽക്കുന്ന, മാനവിക വിരുദ്ധമായ, മതത്തിന്റെ അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇന്ത്യൻ നിയമം നമുക്ക് നൽകുന്ന എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള പ്രഘോഷണങ്ങളും പ്രഖ്യാപനങ്ങളുമായി ഒരു സ്കൂൾ മാനേജ്മെന്റ് പുറത്തേക്ക് വരികയാണ്. ഇതെല്ലാവരുമില്ല, വളരെ വിരലിലെണ്ണാവുന്ന ചില വിദ്യാലയങ്ങൾ, ചില സ്ഥാപനങ്ങൾ, ചില വ്യക്തികൾ അവർ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഇതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോൾ പലരും പറയുന്നുണ്ട്, ഇതത്ര നിർബന്ധമുള്ള കാര്യമല്ലല്ലോ, ഈ ഹിജാബ് എന്നുള്ളത്, ശിരോവസ്ത്രം എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണോ? നിങ്ങൾ നോക്കൂ, റോട്ടിലേക്ക് നോക്കൂ, അങ്ങാടിയിലേക്ക് നോക്കൂ, കല്യാണ വീട്ടിലേക്ക് നോക്കൂ. മുസ്ലിങ്ങൾ എത്ര ആളുകളാണ് അവർ ശിരോവസ്ത്രം അണിയാതെ, അവർ തലമറയ്ക്കാതെ, അവർ ഹിജാബ് ധരിക്കാതെയാണല്ലോ ഉള്ളത്. ഇതത്ര നിർബന്ധമുള്ള ഒരു വിഷയം, ഇതിനിത്ര പിടിവാശി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം ഖുതുബയിലൂടെ തന്നെ നമ്മൾ ഇതിന് ഇത്തരം ന്യായീകരണത്തിന്, ഇസ്ലാമിനെ കുറ്റം പറയാൻ, മറ്റുള്ളവർക്ക് കുത്തിവലിക്കാൻ നാം കാരണക്കാരായിരിക്കുന്നു എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹിജാബിനെ കുറിച്ച്. എന്തിനാണ് ഹിജാബ്? ആർക്കാണ് ഹിജാബ്? ഹിജാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മറ എന്നുള്ളതാണ്. എന്താണ് മറ? എന്താണ് ആ മറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലുള്ള, അവരുടെ മേലുള്ള എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും കയ്യേറ്റങ്ങളും തടയുന്ന ഒരു സംരക്ഷണമായി മാറുന്ന ഒരു മറയാണ്, ഒരു സംരക്ഷണമാണ് ഒരു ഹിജാബ് എന്നതുകൊണ്ട് ഒരു സഹോദരിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു സഹോദരിക്കുള്ള ഹിജാബിനെ കുറിച്ച്, പുരുഷനുണ്ട് അവന്റെ വസ്ത്രം, അതിന് നിയമാവലികളുണ്ട്. ഇവിടെ ചർച്ചയാക്കപ്പെടുന്നത്, സംവദിക്കപ്പെടുന്നത്, ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന വിഷയം ഹിജാബാണ്. എന്താണ് ഹിജാബ്? ആർക്കാണ് ഹിജാബ് നിർബന്ധമാക്കിയിട്ടുള്ളത്? 6-ാം നൂറ്റാണ്ടിലെ ഒരു ജനവിഭാഗത്തിന് ആ കാലഘട്ടത്തിൽ ബാധകമായ ഒരു വേഷമാണോ? പലരും അങ്ങനെ വിചാരിച്ച ആളുകളുണ്ട്. അതൊന്നും നമുക്കങ്ങനെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ അന്നത്തെ അറബികൾക്ക്, പ്രത്യേകിച്ചും അന്നത്തെ അറബികൾക്ക് അറേബ്യയിലെ ആ കാലാവസ്ഥക്കൊക്കെ അനുയോജ്യമായ രൂപത്തിൽ അവർക്ക് യോജിച്ച ഒരു വസ്ത്രധാരണമാണ്. അത് നമുക്കൊന്നും അനിവാര്യമായിട്ടില്ല എന്ന് വെച്ച മുസ്ലിമീങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. നമ്മൾ തിരിച്ചറിയണം ആർക്കാണ് ഹിജാബ് നിർബന്ധം. മുസ്ലിമീങ്ങളിൽപ്പെട്ട പലരും ധരിച്ചു വെച്ചിരുന്നത് ഭർത്താവ് മരിക്കുകയോ അതല്ലെങ്കിൽ ഭർത്താവിന് തലാഖ് ചെല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഇദ്ദ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ധരിക്കേണ്ട വസ്ത്രമാണ് ഹിജാബ് എന്ന് ധരിച്ചവരുണ്ട്. അതുപോലെ തന്നെ നമസ്കരിക്കുന്ന സമയത്ത്, ഹജ്ജിന് പോകുമ്പോ, ഉംറക്ക് പോകുമ്പോ ഒക്കെ ധരിക്കേണ്ട വസ്ത്രമാണ് ഹിജാബ് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ആർക്കാണ് ഹിജാബ് നിർബന്ധം? എന്താണ് ഹിജാബ്? എന്താണ് ഹിജാബ് കൊണ്ടുള്ള ലക്ഷ്യം? ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ അഹ്സാബിലെ 33-ാം അധ്യായം, സൂറ അഹ്സാബിന്റെ 59-ാമത്തെ വചനം.
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു, അല്ലാഹുവിന്റെ പ്രവാചകരെ, യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, നബിയെ താങ്കൾ താങ്കളുടെ പത്നിമാരോട് പറഞ്ഞു കൊടുക്കണം. കുല്ലി അസ്വാജിക വ ബനാതിക, താങ്കളുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം. വ നിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ വേണ്ടി പറയണം. അവർ ശിരോവസ്ത്രം അവരുടെ മാരടങ്ങളിലൂടെ താഴ്ത്തിയിടാൻ വേണ്ടി പറയണം. എന്തിനാണ് അവർ ശിരോവസ്ത്രം ധരിക്കുന്നത്? എന്തിനാണ് ഈ രൂപത്തിലുള്ള മൂടുപടങ്ങൾ അവർ ഉപയോഗിക്കുന്നത്? എന്തിനാണ് അവർ ഹിജാബ് ധരിക്കുന്നത്? ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ, അത് അവരുടെ ഒരു ഐഡന്റിറ്റിയാണ്, അത് അവരുടെ ഒരു അഡ്രസ്സാണ്. ഞാൻ ആരാണ്? അൻ യുറഫ്ന, അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടി. ഫലാ യുദൈൻ, അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ, പ്രയാസപ്പെടുത്തപ്പെടാതിരിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് അവർ ആ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താണ് ഈ ഐഡന്റിറ്റി? എന്താണ് ഞാൻ ആരാണ്? ഞാൻ ആരാണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ട്, തലമറക്കുന്നവരുണ്ട്, തലമറക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മറക്കാൻ വേണ്ടി സമരം ചെയ്ത ഒരു നാട്ടിൽ നിന്ന് മറക്കാതിരിക്കാൻ സമരം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർ അനുഭവിച്ചു കൊള്ളട്ടെ, അതനുസരിച്ച് അവർ വസ്ത്രം ധരിച്ചു കൊള്ളട്ടെ. പക്ഷെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തേണ്ടവനാണ് ഞാൻ. എന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എന്റെ റബ്ബിന്റെ അധ്യാപനങ്ങളുണ്ട്, അവന്റെ നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഞാൻ ഏത് വസ്ത്രം ധരിക്കണം, ഞാൻ ഏത് ഭക്ഷണം കഴിക്കണം, ഞാൻ ആരെ വിവാഹം ചെയ്യണം, ഞാൻ ആരോടൊന്നിച്ച് നടക്കണം, ആരോടൊന്നിച്ച് നടന്നുകൂടാ, ആരെ സ്പർശിക്കാം, ആരെ സ്പർശിച്ചുകൂടാ, ഞാൻ എവിടെ കിടക്കണം, എങ്ങനെ പല്ല് തേക്കണം. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രകൃതി മതമായ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെയാണ് വസ്ത്രവും കടന്നു വരുന്നത്. അവിടെ റബ്ബിന്റെ നിയമാവലികളുണ്ട്. എനിക്ക് തോന്നിയ വസ്ത്രം എനിക്ക് തോന്നുന്ന രൂപത്തിൽ ധരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അവിടെ റബ്ബിന്റെ നിയമാവലികളുണ്ട്. അള്ളാഹുവാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്, അള്ളാഹുവാണ് പുരുഷനെ പടച്ചിട്ടുള്ളത്, അള്ളാഹുവാണ് സ്ത്രീയെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് എന്തെല്ലാം തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പുരുഷന് ഏതെല്ലാം തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ അറിയുന്നവൻ റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ അവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമാണ്. ആ നിർദ്ദേശമാണ് അവർ അറിയപ്പെടാൻ, അവരാരാണ് എന്ന് അറിയണം. അതുപോലെ തന്നെ ഈ രൂപത്തിൽ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഏതൊരു മനുഷ്യനും കൃത്യമായി കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും അറിയാവുന്നതാ, അവരെ പുരുഷന്മാർ നോക്കും. അത് സ്വാഭാവികമാണ്. അത് ഒരു മുഅ്മിനിനോട് അള്ളാഹു പറഞ്ഞു, നീ നിന്റെ കണ്ണുകളെ താഴ്ത്തിക്കളയണം, നിന്റെ കണ്ണുകളെ നീ താഴ്ത്തിക്കളയണം. അതാണ് നിനക്ക് ഉത്തമമെന്നും അതാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയോട് പറഞ്ഞു. അത്തരം ഹറാമുകൾ കാണുമ്പോൾ, നഗ്നമായ ഫോട്ടോകൾ കാണുമ്പോൾ, ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു മുഅ്മിനാണോ ഇതെനിക്ക് നിഷിദ്ധമാണ്, എന്റെ അല്ലാഹ് തന്ന കണ്ണുകൊണ്ട് അത് കണ്ടുകൂടാ എന്ന് പറഞ്ഞ് അത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പോലും നാം നമ്മുടെ കണ്ണുകൾ താഴ്ത്തിക്കളയുന്നുണ്ട് എങ്കിൽ അതൊരു വിശ്വാസിയുടെ അടയാളമാണ്. പക്ഷേ അവിടെ വിശ്വാസികൾ മാത്രമല്ലല്ലോ ഉള്ളത്, മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ട എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ നിയമാവലികൾ കാത്തു സൂക്ഷിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വേളയിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടാൻ, അവർ ഉപദ്രവിക്കപ്പെടാൻ, അവരുടെ നഗ്നത കുത്തിവലിക്കാൻ അതൊക്കെ കാരണമായി തീരും. അതുകൊണ്ട് അവർ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി, അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ രൂപത്തിലാണ് നിങ്ങൾ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കൃത്യമായ നിയമാവലികൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ നിയമാവലികൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിജാബ് വസ്ത്രം ധരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നിന്നുപോലും, നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നുപോലും അതിനെ പരിഹസിക്കുന്നവരുണ്ട്.
അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. എന്താണ് നീ ഇങ്ങനെ ചാക്കിൽ കെട്ടി പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നീ ഇപ്പൊ ഒരു ഹജ്ജുമ്മയായോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നോ എന്ന് പ്രയാസത്തോട് ചോദിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇവിടെയൊക്കെ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഓരോ സഹോദരിമാരും ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ഓരോ സഹോദരന്മാരും ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്റെ ഭാര്യ ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്, എന്റെ പെൺകുട്ടികൾ ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്, എന്റെ മക്കൾ, എന്റെ മാതാവ് അവരൊക്കെ ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. ഓരോ സഹോദരികളും കൃത്യമായി പരിശോധിക്കണം. ഞാൻ ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നത്, ഞാൻ ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അങ്ങാടികളിലേക്ക് പോകുന്നത്, കല്യാണത്തിന് പോകുന്നത്, ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത്. ഇതൊക്കെ എന്റെ റബ്ബ് നിശ്ചയിച്ച വസ്ത്രം ധരിച്ചുകൊണ്ടാണോ ഞാൻ പോകുന്നതെന്നും എന്റെ മക്കൾ പോകുന്നതെന്നും ഒക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ കടന്നു വരുമ്പോൾ മാത്രം വൈകാരികമായി ഇടപെടുന്ന ഒരു രീതി അത് മാത്രമല്ല ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടത്. മറിച്ച് സ്വന്തം ജീവിതത്തിൽ ഇത്തരം റബ്ബിന്റെ നിയമാവലികൾ എങ്ങനെയാണ് നാം കാത്തു സൂക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്. ഇത് കാത്തു സൂക്ഷിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും. അവസാന കാലഘട്ടത്ത് അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നാൽ ഈ ഉള്ളം കയ്യിൽ ഒരു തീക്കട്ട പിടിക്കുമ്പോ നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കേണ്ടി വരും. അതുപോലെയായിരിക്കും. ശകാര്യങ്ങൾ ഉണ്ടാകും, പരിഹാസങ്ങൾ ഉണ്ടാകും, ആക്ഷേപങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു മുഅ്മിനത്തായി അള്ളാഹുവിന്റെ യഥാർത്ഥ ഒരു വിനീതയായ അടിമയായി ഒരു ദാസനായി ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അല്പം പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വഹാബത്തിനെ നോക്കിക്കൊണ്ടിരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും അയ്യാമുസ് സബ്ർ. സ്വഹാബത്തെ, നിങ്ങൾക്ക് ശേഷം അതാ അല്പ കാലഘട്ടം കഴിഞ്ഞാൽ വല്ലാതെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം വരാനുണ്ട്. റസൂലുള്ളാഹി സ്വഹാബത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലിൽ മുതമസ്സിക്കി ഫീഹിന്ന യൗമഇദിൻ ബിമാ അൻതും അലൈഹി അജ്റു 50 മിൻകും. നിങ്ങളിലെ 50 ആളുകളുടെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 50 ഷഹീദുകളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ്? ആ കാലഘട്ടത്തിൽ ആക്ഷേപങ്ങളുടെ, ഒറ്റപ്പെടുത്തലുകളുടെ, ഭയപ്പെടുത്തലുകളുടെ, പ്രയാസപ്പെടുത്തലുകളുടെ, പരിഹാസങ്ങളുടെ നടുവിൽ നിന്നും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുന്ന മനുഷ്യന് 50 ഷഹീദുകളുടെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ നബിയല്ലാഹ് അവ മിൻഹും, അവരിലെ 50 ആളുകളുടേതാണോ? ഏത് കാലഘട്ടങ്ങൾക്ക് ശേഷം വരുന്ന ആ 50 ആളുകളും ഞങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ, അവരിലെ 50 ആളുകളുടെ പ്രതിഫലമാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ബൽ മിൻകും, അല്ല, നിങ്ങളിലെ 50 ഷഹീദുകളുടെ പ്രതിഫലം അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അവിടെ ക്ഷമിക്കേണ്ട കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിച്ചത്. ആ സമയത്ത് ക്ഷമിക്കുവാനും അതിനെയൊക്കെ തരണം ചെയ്യുവാനും നിയമങ്ങളുടെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടൊക്കെ ക്രിയാത്മകമായി സമീപിക്കുവാനുമാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതുവരെ തൗഹീദോടെ ഈമാനോടുകൂടെ ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ, വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില ഗൗരവമേറിയ കാര്യങ്ങളുണ്ട്. നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വിദ്യാലയങ്ങളുണ്ട്, ഒട്ടനവധി ക്യാമ്പസുകളുണ്ട്. നാം എവിടേക്കാണ് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത്?
ഏത് ക്യാമ്പസുകളിലാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ദീനിയായ ചുറ്റുപാട്, ആത്മീയമായ ചുറ്റുപാട്, ആരാധനകൾക്കുള്ള ചുറ്റുപാടുകളുള്ള ഒരു സ്ഥാപനത്തിലാണോ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ഏത് രൂപത്തിലുള്ള വിദ്യാഭ്യാസങ്ങളും അവർ നേടുന്ന സമയത്ത് അനുവദനീയമായ ആ രൂപത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ചുറ്റുപാടുകൾ കൂടെ കൃത്യമായി സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് വിദ്യ നൽകുക, അവർക്ക് ബസ് ഫെയർ നൽകുക, അവർക്ക് കോഴ്സിന്റെ ഹോസ്റ്റൽ ഫീ നൽകുക, കോഴ്സ് ഫീ നൽകുക എന്നതിനപ്പുറത്ത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് എൻ്റെ മകൾക്ക്, എൻ്റെ മകന് നമസ്കരിക്കാനുള്ള ഇടം അവിടെയുണ്ടോ? അതിനുള്ള സൗകര്യം അവിടെയുണ്ടോ? ഇസ്ലാമികമായ വസ്ത്രം ധരിക്കാനുള്ള അനുവാദം അവിടെയുണ്ടോ? ചില ഇടങ്ങളിൽ വളരെ മോശമായ വസ്ത്രം ധരിച്ച്, ആ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് വിദ്യ കരസ്ഥമാക്കുന്ന ഇടങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തോ രാജ്യത്തിന് പുറത്തൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ എവിടെ ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മക്കൾക്ക് ഏത് രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുത്തത് എന്ന് അള്ളാഹുവിന്റെ സമീപത്ത് വെച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അവർക്ക് ചില ഇടങ്ങളിൽ നമസ്കരിക്കാനുള്ള ഇടങ്ങളും സൗകര്യങ്ങളും ഇല്ല, അനുവാദമില്ല. വെള്ളിയാഴ്ച പോലും പള്ളിയിലേക്ക് പോകാനുള്ള അനുവാദമില്ലാത്ത വിദ്യാലയങ്ങളുണ്ട്. എന്തിന് നാം ആ രൂപത്തിലുള്ള വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കണം? നമ്മുടെ നാടുകളിൽ മറ്റു വിദ്യാലയങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? എന്ത് കാരണമാണ് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അതിനൊക്കെ പറയുക എന്നുള്ളത്? സ്വന്തം അല്ല, ഇതൊക്കെ നമ്മളൊരു നെവർ മൈൻഡ് ആക്കി ഇതൊന്നും വലിയൊരു കാര്യമല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പ്രശ്നമില്ല. അത് ആ രൂപത്തിൽ നമ്മൾ ആലോചിക്കുക. അത് നാമും നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടത്. അവരെ നിർബന്ധിക്കുന്ന വിഷയമില്ല. മറിച്ച് ഞാനൊരു മുഅ്മിനാണെന്നും എനിക്കൊരു മുഅ്മിനായി ജീവിക്കണമെന്നും എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം അവർ നരകത്തിൽ പ്രവേശിക്കരുത് എന്നും അവരെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക്, ഒരു ഗൃഹനാഥൻ എന്നുള്ള നിലക്ക്, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്ക് എൻ്റെ മേൽ എൻ്റെ റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന ചിന്തയുള്ള, ബോധമുള്ള രക്ഷിതാക്കളോടാണ് സംസാരിക്കുന്നത്. അവർ ഈ രൂപത്തിൽ, ഈ കാര്യത്തിൽ ബോധവാന്മാരാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുട്ടികളുടെ വിദ്യാലയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റിതര സന്ദർഭങ്ങളിൽ വിവാഹത്തിന് പോകുമ്പോൾ എന്താണ് നമ്മുടെ മക്കളുടെ വേഷവിധാനങ്ങൾ? ഈ ഹിജാബ് ആ സന്ദർഭത്തിൽ വേണ്ട എന്നുള്ളതാണോ? അങ്ങാടികളിലേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ വേണ്ട എന്നാണോ? എവിടെ നിന്നാണ് അത്തരം ന്യായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ സമൂഹത്തെ കരിവാരിത്തേക്കുവാൻ വേണ്ടി, കൊത്തിവലിക്കാൻ വേണ്ടി ഇതര സമുദായത്തിലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമ ചാനലുകളിലും ഇരുന്നു കൊണ്ട് ഇവർക്കതൊന്നും വലിയ നിർബന്ധമില്ല എന്നും, അങ്ങാടികളിലേക്ക് നോക്കൂ, കല്യാണ വീടുകളിലേക്ക് നോക്കൂ എന്ന് അവർ പറയുവാൻ ഞാനും നിങ്ങളും കാരണക്കാരാകുന്നുണ്ടോ എന്ന് സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പൂർണ്ണമായി നിങ്ങൾ മുസ്ലിമാണോ, നിങ്ങൾ മുഅ്മിനാണോ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. കേവലം 5 വക്ത് നിസ്കരിച്ചത് കൊണ്ടായിട്ടില്ല. കേവലം മഗ്‌രിബിന് ശേഷം ഒരു ഖുർആൻ എടുത്തുകൊണ്ട് 2-3 പേജ് ഓതിയത് കൊണ്ട് കാര്യമായിട്ടില്ല. നമ്മുടെ വേഷങ്ങൾ, നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ ഒരു മുസ്ലിമിന്റേതാവണം. പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാവണം നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തെക്കുറിച്ച് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യാ റസൂലല്ലാഹ്, റുവിയ അൻക അന്നക ഖുൽത ശയ്യബതനി ഹൂദ്. ഹൂദ് എന്ന അധ്യായം താങ്കളെ നരപ്പിച്ചു കളഞ്ഞു, താങ്കൾക്ക് ആ രൂപത്തിലുള്ള നരബാധിക്കാനുള്ള കാരണം ഹൂദ് എന്ന സൂറത്താണ് എന്ന് താങ്കളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം. ഫഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു, മല്ലദീ ശയ്യബക മിൻഹാ, എന്താണ് ആ അധ്യായം കൊണ്ട് താങ്കൾക്ക് ഇങ്ങനെ നരബാധിക്കാനുള്ള കാരണം? ഖസസുൽ അംബിയാഇ വ ഹലാകുൽ ഉമം, അമ്പിയാക്കളുടെ ചരിത്രങ്ങളും കഥകളും അതുപോലെ തന്നെ പൂർവികരായ പല ആളുകളും നശിപ്പിക്കപ്പെട്ട കാരണങ്ങൾ അതൊക്കെ വായിച്ചിട്ട്, അത് കേട്ട്, അതറിഞ്ഞ്, അത് മനസ്സിലാക്കിയിട്ടുള്ള വ്യാകുലത കൊണ്ടും പ്രയാസം കൊണ്ടുമാണോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അല്ല, അതുകൊണ്ടൊന്നുമല്ല. വലാകിൻ ഖൗലുഹു ഫസ്തഖിം കമാ ഉമിർത. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തുൽ ഹൂദിന്റെ 112ാമത്തെ വചനത്തിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹു കൽപ്പിച്ചതുപോലെ, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നീ ജീവിക്കേണ്ടതുണ്ട്. ഇതാണ് വിഷയം.
ഇതാണ് വിഷയം. ഞാനും നിങ്ങളും നമ്മോട് കൽപ്പിച്ച ചില കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ, നമുക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്ക് തൽക്കാലം താല്പര്യമില്ലാത്തതൊക്കെ മാറ്റിവെക്കുവാനുമാണ് നാം തീരുമാനിക്കുന്നത് എങ്കിൽ അതൊരു മുസ്ലിമിന്റെ നിലപാടല്ല, അതൊരു മുഅ്മിനിന്റെ നിലപാടല്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വിഷയം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുവാനും പൂർണ്ണമായ ശരിയായ ഒരു മുഅ്മിനായി മുസ്ലിമായി ഈ ലോകത്ത് ജീവിക്കുവാനും ആ രൂപത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.